ഇവരുടെ ഈ സെറ്റർ പോലത്തെ ഉടുപ്പായിട്ടേക്കുന്ന ഞാനാണ് ഇങ്ങോട്ട് ഇവരുടെ സെറ്റർ മാറ്റണം. ഇന്നാരത്തുമ്പി എന്റെ ചന്തിയൊക്കെ ഉണ്ടല്ലോ മരച്ച് മണ്ടാനടങ്ങി പോയി. ചിരിപ്പിക്കല്ലേ. ഞാൻ മുത്തുകുട്ടൻ. എല്ലാവർക്കും മുത്തുകുട്ടൻ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ ഞാൻ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബാലു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഏതായാലും ചൂടുകാലമൊക്കെ അല്ലേ, എന്താ മഞ്ഞുകാലം അല്ല, ഒരു പാട്ടുണ്ടല്ലോ, ഒരു പാട്ടുണ്ടല്ലോ, അതെ ഏതൊരു പാട്ട്. ഏതായാലും ചൂടുകാലമാണല്ലോ. അപ്പൊ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയൊക്കെ തണുപ്പിക്കുന്ന ഒരു ഗെയിം ചെയ്യാമെന്ന് നമ്മൾ കരുതി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ചിന്റെ പേരാണ് ഐസ് ബാർ ചലഞ്ച്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചലഞ്ചാണ് ഐസ് ബാർ ചലഞ്ച്. യെസ്, അപ്പോൾ ഏതായാലും ബാലു വ്ലോഗ്സിലെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം മുത്തു ആൻഡ് പൊന്നു. മുത്തു ആരാണെന്നും എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്റെ പേര് അനന്തകൃഷ്ണൻ. എന്റെ വീട് കോട്ടയം ചിങ്ങവനത്താണ്. ഇപ്പൊ നിൽക്കുന്നത് എന്റെ വീട്ടിലാണ്. അത് ചോദിച്ചില്ലല്ലോ, ആരും ചോദിച്ചു നിങ്ങളുടെ വീട്ടിലാണോ വന്നിരിക്കുന്നത്? പറയണ്ടേ? പറയാം. എന്നാ അവരുടെ വീട്ടിൽ തന്നെ നമ്മളിന്ന് വന്നിരിക്കുന്നത്. അനന്തകൃഷ്ണൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഒരു PG ഡിപ്ലോമ ചെയ്തു, ട്രാവൽ ആൻഡ് ടൂറിസം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തം ടൂർ പാക്കേജ് ഉണ്ട്. ഇപ്പൊ ചുമ്മാ ഇരിക്കുന്നു, വെറുതെ വീട്ടിൽ ഇരിക്കുന്നു. ആൻഡ് ക്യാമറ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും ആരാണ് എന്താണ് ഇവിടെ. എന്റെ പേര് സ്വാതി ആർ നായർ. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പൊ PSC കോച്ചിങ് ചെയ്തു. എവിടെ കൂടുതലും ആക്റ്റീവ് ആയിട്ടുള്ള റീൽസിലാണോ മോജിയിലാണോ? എവിടെയാണ് മോജിയിൽ എത്ര ഫാൻസ് ഉണ്ട്? 88,000 ഫാൻസ് ഉള്ള കുട്ടിയാണ്, ചില്ലറക്കാരിയല്ല. ആൻഡ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ചേട്ടൻ എവിടെയൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള? ഇൻസ്റ്റാഗ്രാം പിന്നെ നമ്മുടെ കുഞ്ചൂസിന്റെ ബ്രദറും കൂടാണ്. രണ്ടുപേർക്കും അനുഗ്രഹമൊക്കെ കൊടുത്താണ് കുഞ്ചൂസ് വിട്ടിരിക്കുന്നത്. കൂടെ നമ്മൾ രാഹുൽ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ആള് ഭയങ്കര നാണമാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഏതായാലും നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3 പീസ് 3 ബാർ ഐസ് വെച്ചിട്ടുണ്ട്. നമുക്ക് 3 പേർക്കും വിശാലമായിട്ട് ഇരിക്കാം. നമ്മുടെ മനസ്സും ശരീരമൊക്കെ അങ്ങോട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐസ് ബാർ കൊണ്ടുവന്നിരിക്കുന്നത്. സോ മാക്സിമം ടൈം ഈ ഒരു ഐസ് ബാറിൽ നമ്മൾ ഇരിക്കണം. അതാണ് നമ്മുടെ ചലഞ്ച്. ആരാണോ ആദ്യം ഔട്ട് ആകുന്നത് അവരുടെ 2 പേരെയും തലവഴി നമ്മൾ എന്ത് ചെയ്യും? കാടി, നല്ല ഒന്നാന്തരം കാടി. നമ്മുടെ കുഞ്ചൂസിന്റെ വീട്ടിൽ രാവിലെ അമ്മ അരി ഊറ്റിയ വെള്ളം വെച്ചിട്ടുണ്ട്, സവോള തൊലി വെച്ചിട്ടുണ്ട്, ഇന്നലെ തൊട്ടേ വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ തലവഴി ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. സോ സ്റ്റാർട്ട് ചെയ്യാം. റെഡി 1, 2, 3 സ്റ്റാർട്ട്. അതെന്റെ സ്ഥലമല്ലേ, ഒരു ഭംഗിക്ക് വേണ്ടിട്ട് കാണാൻ ഭംഗിയുള്ള ഒരാളെ നമ്മൾ നടുക്കിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെ വെച്ചിരിക്കാം? എല്ലാരും ഒന്ന് തന്നെയല്ലേ ഇട്ടിട്ടുള്ളു? എല്ലാരും ഒന്ന് തന്നെയല്ലേ ഇട്ടിട്ടുള്ളു? എങ്ങനെയാണ് ഇരുന്നോ? അയ്യോ അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട. തപസ്സിരിക്കുക. വേണമെങ്കിൽ ഇതിനകത്ത് മാക്സിമം ഇറങ്ങരുത്. ആരാണോ എത്രയും മാക്സിമം ടൈം ഇതിനകത്ത് ഇരിക്കുന്നത് അവരാണ് വിൻ ചെയ്യുന്നത്. ആദ്യം ഔട്ടാകുന്ന 2 പേരെ തലവഴിയായിരിക്കും നമ്മൾ ഈ ഒരു എന്താ പറയാ ഇന്നലത്തെ ആ ഒരു വേസ്റ്റ് വെള്ളത്തിന്റെ അഭിഷേകം നടത്താൻ പോകുന്നത്. പാട്ട് ഏത് പാട്ടാ ഇപ്പൊ ഏത് പാട്ടാ പാടാൻ തോന്നുന്നു? കാരണം നമ്മുടെ മനസ്സിലും നമ്മൾ ഇരിക്കുന്നിടത്തും ഒക്കെ നല്ല തണുപ്പാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ സമയത്ത് പാടാൻ തോന്നുന്നൊരു പാട്ട് പറഞ്ഞേ. മനസ്സിലൊരു കുളിർമഴ. ഓ എന്റെ പഴയ നോവല്. ವಿನಾಯಕ ನಿನ್ನು ವಿನಾ ಬ್ರೋ ಸುಡಗು ವಿನಾಯಕ ನಿನ್ನು ವಿನಾ ಬ್ರೋ ಸುಡಗು ವಿನಾಯಕ ನೀನು ವಿನಾ ಬ್ರೋ ಸುಡಗು ವೇರವರುರ ವಿಘ್ನರಾಜ ವಿನಾಯಕ ನೀನು ವಿನಾ ಬ್ರೋ ಸುಡಗು ವೇರವರುರ വിഘ്നരാജ വിനായക. സൂപ്പർ കണ്ടോ? ഐസ്പേസിന്റെ മേലെ ഇരുന്ന സമയത്ത് കുട്ടിക്ക് താളമൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇരിക്കുന്ന ഭാഗമൊക്കെ ഇരിക്കുന്ന അതേ ഷേപ്പിൽ തന്നെ ഐസ് ആകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാൻ ഇരിക്കുന്നതൊക്കെ നന്നായിട്ട് കുഴിഞ്ഞു വരുന്നുണ്ട്.
എന്റെ ഇവിടെ ഒക്കെ തണുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് ഇതുപോലെ എന്തെങ്കിലും ഗെയിമിലോ യൂട്യൂബ് ചാനലിലോ അപ്പിയർ ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ആണ്. ബാലു ബ്ലോഗ്സ് കണ്ടിട്ടുണ്ടോ? ആരാ കാണിച്ചു തന്നെ? ആരാണ്? അല്ല, ഞാൻ ഇച്ചാപ്പിയുടെ അതിനകത്ത് കണ്ടിട്ടുണ്ട്. ഇച്ചാപ്പിയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ കുഞ്ചുസിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. രാഹുലിന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആരുടെ വീഡിയോ ആയിരുന്നു യൂട്യൂബില്? ഏറ്റവും കൂടുതൽ കുഞ്ചു രാഹുൽ. ഇല്ല, തിരിച്ചു വീട്ടിൽ പോകാൻ പറ്റത്തില്ലേ? അതെന്തേ? അവനെ കൊണ്ടുവിടണ്ടേ? പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. ഓക്കെ, ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത് ഇപ്പൊ രണ്ടുപേർക്കും? എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ തണുക്കുന്നു. എവിടെ ശരിക്കും ഐസ് വെച്ചിരിക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, എങ്ങനെ കാല് കുത്തരുത്. കാശ്മീർ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ റീൽസ് ഒക്കെ നമ്മള് റീൽസിലും ഇൻസ്റ്റയിലും മോജിയിലൊക്കെ നമ്മള് നല്ല കത്തി നിൽക്കുന്ന സമയത്തെ കുറെ ആൾക്കാർ നമുക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ആരെങ്കിലും പ്രണയാഭ്യർത്ഥന ഒക്കെ നടത്തിയിട്ടുണ്ടോ? ഇതുവരെ ആരും പ്രണയാഭ്യർത്ഥന ഈ കുട്ടിയുടെ നടത്തിയിട്ടില്ല. ഇല്ല, സത്യമായിട്ടും. ലവർ ഉണ്ടോ? ഇല്ല. ചേച്ചി സിംഗിൾ ആണോ? ചേച്ചി സിംഗിൾ ആണ്. 5 എണ്ണം. എത്ര? 5 എണ്ണം ഉണ്ട്. ക്യാമറ ക്ലോസ് പറയട്ടെ, എത്ര? 5 എണ്ണം ഉണ്ട്. 5 എണ്ണം ഉണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ചേച്ചി. ചേച്ചി കല്യാണം കഴിച്ചു, 2 കുഞ്ഞുങ്ങളുണ്ട്. ഇനി എന്താ ഭാവി പരിപാടി? എന്താ? എവിടെയും ഒരു ജോലി, PSC. അപ്പൊ ഇങ്ങനെ അടിയിലുണ്ടല്ലോ, ഇങ്ങനെ 1000, അല്ല എനിക്ക് 1000 ഈ മറ്റേ മുട്ടുസൂചി ഉണ്ടല്ലോ, അത് വെച്ച് കുത്തുന്ന പോലെ ഉണ്ട്. ആണോ? ഇല്ലേ? നിങ്ങൾക്ക് ആർക്കും ഇല്ലേ? എന്താ പൊന്നിന് എന്താ ഫീൽ ചെയ്യുന്നത് ഇതിന്റെ ഐസില്? ഇതിന്റെ നമ്മുടെ മുട്ടില് 1000 കുഞ്ഞു സൂചി ഇല്ലേ? കോഴിക്കുഞ്ഞോ? കുഞ്ഞു സൂചി ഇല്ലേ? മുട്ടുസൂചിക്ക് അത് കുത്തുന്ന അതുപോലെ ഉണ്ട്. മൊത്തം മരച്ചു പോയി. എന്റെ ശാന്തേ, എന്റെ ജാനു. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ട് നമ്മൾ ഈ ഒരു ഐസ് ബാറിന്റെ മേളിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ആർക്കും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. എന്ത് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും എഴുന്നേറ്റ് വരില്ല. പക്ഷെ കുട്ടി ഇരിക്കുന്നതിന്റെ തൊട്ട് താഴെ മുട്ടസൂചി ഇട്ട് കുത്തുന്ന പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കുട്ടി ഇറങ്ങത്തില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവൻ സ്നഗ്ഗി ഒക്കെ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആണോ? ഒന്നല്ല, 2. പോയപ്പോഴേ എനിക്ക് തോന്നിയത് ഞാൻ സത്യം പറഞ്ഞു പറയുന്ന മോശമല്ല, ഞാൻ 1 ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഗെയിം ഒന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. അതായത് നമ്മൾ ഇരുന്നിട്ട് എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എത്ര ഇരുന്നിട്ട് ആർക്കും ഒരു ഫീലും ഇല്ല. ചട്ടയൊക്കെ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി കുറച്ചു നേരം നിൽക്കാം, നിന്നോട്ട് ഡാൻസ് കളിക്കാം ഐസ് ബാറിന്റെ മേളിൽ. അപ്പൊ എണ്ണിക്കാം. എല്ലാവരും ഇത്ര നേരം നിങ്ങൾ നമ്മുടെ മുന്നാമ്പുറം അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങളുടെ പിന്നാമ്പുറവും ഞങ്ങൾ ഇരുന്ന സ്ഥലത്തുള്ള ഈ ഐസിന്റെ ഫോട്ടോയും കൂടെ ഒന്ന് ക്ലോസപ്പിൽ എടുക്കണം. അങ്ങനെ ഐസ് ബാർ ചലഞ്ചിൽ ഞങ്ങളുടെ 3 പേരുടെയും പിന്നാമ്പുറത്തിന്റെ ആ ഒരു പവറാണ് നിങ്ങൾ കണ്ടത്. ഇനി കാലുകളുടെ പവറിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത് പൊളിച്ച് നേരത്തെ പിന്നാമ്പുറം വെക്കുന്നതിനേക്കാളും നല്ലത് കാല് തന്നെ ആയിരുന്നു. അമ്മേ, പവർ തരൂ ഭഗവാനെ, പവർ തരൂ. അത് തെന്നി പോവാ. ശരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രശ്നമില്ല, പക്ഷെ നിന്ന് കഴിഞ്ഞാൽ നല്ല പ്രശ്നമുണ്ട്. പൊന്നൊരു പാട്ട്, നല്ലൊരു ഗായത്രി ഗീതം പാടിക്കേ. ഗായത്രി ഗീതം അങ്ങനെ പാട്ടില്ലേ? ബാലു വ്ലോഗ്സിന്റെ എല്ലാ വീഡിയോസും ഞാൻ കാണുന്നതായിരുന്നു. അന്ന് ഞാൻ ഓർത്ത് എനിക്കൊന്നും വരാൻ പറ്റിയിരുന്നെങ്കിൽ, പക്ഷെ ഇത് ഇമ്മാതിരി എങ്ങനെ പറയുന്നെന്ന് ഓർത്തു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുട്ടിയുടെ പിന്നാമ്പുറത്തിന്റെ പവർ തെളിയിച്ചാണ് ഇപ്പൊ കാലുകളുടെ പവറാണ് തെളിയിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ തോറ്റു തരില്ല അല്ലേ? എന്ത് വന്നാലും തോറ്റു തരില്ല. ഓക്കെ, ഇനി നമ്മള് ഇരുന്നു കാലുകൾ, ഇനി ശേഷം കൈകളിലേക്കാണ് നമ്മുടെ ഇത് വരുന്നത്, ഐസ് ബാർ വരുന്നത്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് കാര്യമായിട്ടുള്ള പണികളൊന്നും കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാൽ ഇത് തന്നെ നല്ലൊരു പണിയാണ്, നന്നായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നല്ല ഫീൽ. ഏതായാലും കാലുകളുടെ കരുത്തും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു ഗെയിമിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ ഒരു സിനിമ പേരുണ്ട്, ആ സിനിമ പേര് ഞാൻ ഇവനോട് പറഞ്ഞു കൊടുക്കും. ഈ കുട്ടി എന്ത് ചെയ്യണം, അത് ഏതാണെന്ന് പറയണം. അവൻ ആക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുക്കും, മൂവി നെയിം ഞാൻ സെലക്ട് ചെയ്യും, അത് പറഞ്ഞു കൊടുക്കും, അവൻ അത് ആക്ട് ചെയ്ത് കാണിക്കും. ഈ കുട്ടി അത് കണ്ടുപിടിക്കണം. ഓക്കെ, ബാ. സിനിമ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവനിപ്പോ അത് ആക്ട് ചെയ്ത് കാണിക്കും. അങ്ങോട്ട് നോക്കിയോ? മലയാളം പേരല്ലേ? ഒറ്റ എത്ര അക്കൗണ്ട്? രണ്ട് അക്ക അല്ല, സോറി, എത്ര ഇത്? രണ്ടോ? 2 വേർഡേ ഉള്ളൂ, അത് 2 വാക്ക്. അത് തന്നെയല്ലേ? എനിക്ക് കിട്ടിയില്ല. 2 വാക്ക്. അമ്മക്കല്ലേ അരക്കുന്ന ആരാളാ? ശ്വേതാമേനോൻ. ശ്വേതാമേനോന്റെ സിനിമ ഏതാടാ? രജനിർവേദം. അവള് മരിച്ചു പോലെ ലാസ്റ്റ്. അപ്പൊ ഏതാണ് നമ്മുടെ പിന്നാമ്പുറത്തിന്റെ പവറുകൾ തെളിയിച്ചു കഴിഞ്ഞു, ആൻഡ് നമ്മുടെ കാലുകളുടെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കൈകളിലേക്കാണ് പോകാൻ പോകുന്നത്. സോ റെഡി, 1 2 3 അല്ല ചാടിക്കുമ്പോന്ന് ചാടി നിൽക്കാതല്ലോട്ട് ചാടി നോക്കിയ. സൂപ്പർ. അപ്പൊ ഇനി നമ്മള് ഏതായാലും പണി കിട്ടണമെന്ന് ഉറപ്പിച്ചു. ഇനിയിപ്പോ ഇവരിൽ എന്റെ കൂടെ പണി വാങ്ങിക്കാൻ ഒരാൾ വന്നാൽ മതി. ഇവൻ നല്ല നല്ല മഞ്ഞും കൂട്ടിൽ വല്ലതാണോ ജനിച്ചു വിളിച്ചെടുക്കാൻ?
കാലിലോട്ട് വെള്ളം വീഴുന്നേ. വിറ്റു കൊടുക്കത്തില്ല മോനെ, ഞാൻ വിറ്റു കൊടുക്കത്തില്ലടാ. കാലേ വെള്ളം വീഴുന്നേ. അങ്ങനെ പൊന്നു ജയിച്ചു. റോസ് കളറായി. റോസ് 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 അഴകാന റോസ് നീ. റോസ് 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 അഴകാന റോസ് നീ. യെസ്, അപ്പൊ ഏതായാലും നമ്മുടെ ബാലു വ്ലോഗ്സിൽ ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് വിജയിച്ചിരിക്കുന്നത് നമ്മുടെ പൊന്നുമാണ്. പൊന്നുക്കി അപ്പൊ ഏതായാലും ഇനി നമുക്ക് ഇവന് പണിഷ്മെന്റ് കൊടുക്കാം. എനിക്ക് ഏതായാലും പണിഷ്മെന്റ് സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട്, എനിക്ക് പണിഷ്മെന്റ് ഇല്ല. യെസ്, അങ്ങനെ നമ്മുടെ ഐസ് ബാർ ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഗെയിമിൽ വിൻ ചെയ്തിരിക്കുന്നത് പതിപോലെ ഞാൻ തന്നെയാണ് ഗൈസ്. ഓക്കെ, പൊന്നുമാണ് വിജയിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൈയൊക്കെ നല്ല രീതി നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. ഞാനില്ല, രണ്ടാമത് സെക്കൻഡ് സ്ഥാനം എനിക്കാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഒരാളിന് മാത്രം പണിഷ്മെന്റ് ഇല്ലാത്തതുള്ളൂ. ആദ്യം ഔട്ടാകുന്ന രണ്ടുപേരും പണിഷ്മെന്റ് ഏറ്റുവാങ്ങേണ്ടതാണ്. ഞാനാണ് കൊടുക്കുന്നത്. എന്നാ പറ, ബാക്കി പറ. ഞാനാണ് കൊടുക്കുന്നത് രണ്ടിനും പണിഷ്മെന്റ്. നല്ല സുഖം ഉണ്ടായിരുന്നു. പണിഷ്മെന്റ് മുമ്പേ പറഞ്ഞില്ല ഏട്ടൻ, കാടിവെള്ളം ഇവിടെ സെറ്റാണ്. അതിനകത്ത് കുറെ അമ്മ തയ്യാറാക്കിയ കാടിവെള്ളമാണുള്ളത്. ഇന്നലെ തൊട്ട് എടുത്ത് വെച്ചേക്കും അമ്മ. അപ്പൊ ആ വെള്ളം സെറ്റാണ്. കുറെ വേസ്റ്റ് അതിനകത്തുണ്ട്, അതും സെറ്റാണ്. ഇവിടെ ഐസ് കട്ട സെറ്റാണ്. എന്റെ മണ്ടടിച്ച് ഞാൻ ഒരു അഭിഷേകം അങ്ങോട്ട് ഞാൻ ചെയ്യുന്നായിരുന്നു. ഇത് മൊത്തം ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ. കാടിവെള്ളം ഒരു ചെറിയ പണിയായതുകൊണ്ട് ബാൽച്ചേട്ടനും മുത്തിനോടി നമ്മൾ ഇത് ഓരോന്ന് തിന്നാനും കൂടി കൊടുക്കുക. ഇത് തിന്നുന്നു, വാ കാണിക്കുന്നു, കാടിവെള്ളം ഒഴിക്കുന്നു. നല്ല ആചാരം. ഓൾറെഡി പണിഷ്മെന്റിലുള്ള സാധനം അല്ലായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, തിന്നണം. എന്റെ ചന്തിയൊക്കെ ഉണ്ടല്ലോ മരച്ച് മണ്ടാനടങ്ങി പോയി. കൈ കഴിക്കും പിന്നാമ്പറൊക്കെ ഉണ്ടല്ലോ. സംസാരിക്കുന്നത് കഴിച്ചോ? ഒച്ച മാത്രമേ കാണിക്കണം. വീഴുങ്ങല്ലേ, കടിച്ചോ? കൈ മാറ്റും. ചേട്ടാ ഇതെന്തൊരു കഷ്ടം. അത് മതി. നമ്മുടെ പൊന്നിരിക്കവിടെ. അയ്യോ വള്ളി കൂടി ഞാൻ കൊടുക്കാം. ഞാൻ ചവച്ചരച്ച് തന്നെ കഴിച്ച ചായക്കണേ. ചായച്ച് കൈ മഞ്ഞൾ വെള്ളം. അപ്പൊ ഏതായാലും നമ്മുടെ ബാലു ബ്ലോഗ്സിന്റെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ക്രേസി ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഗെയിം ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് വീട്ടിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഫാമിലിയോടൊപ്പം ചെയ്യാൻ പറ്റിയ ഒരു ഗെയിമാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അച്ഛനെയോ അമ്മയൊക്കെ പിടിച്ചിരിക്കുന്നത് നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഒരു ഗെയിം ചെയ്യാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും അനുഗ്രഹത്തോടു കൂടിയും സപ്പോർട്ടോടു കൂടിയും നമ്മൾ അപ്പൊ ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 31K സബ്സ്ക്രൈബേഴ്സിനെ തന്നിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി അടുത്തൊരു എന്താ പറയുക പുലിക്കുട്ടികളുമായി നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച കാണും. സോ അതുവരേക്കും പറയാനുള്ളത്